നമ്മൾക്ക് ഗിഫ്റ്റ് ലഭിക്കുമ്പോൾ അഥവാ സമ്മാനങ്ങൾ ലഭിക്കുമ്പോൾ ഇൻകം ടാക്സ് വരുമോ? എല്ലാവർക്കും ഉള്ള സംശയമാണ്. ചില കേസുകളിൽ ഇൻകം ടാക്സ് വരില്ല. ആ കേസ് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആണ്. നമ്മുടെ ക്ലോസ് റിലേറ്റീവിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റായിട്ട് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. അതുപോലെ തന്നെ മാരേജ് ടൈമിൽ കിട്ടുന്ന എമൗണ്ടുകളും ഗിഫ്റ്റ് ടാക്സ് വരില്ല. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് ആരുടെ നിന്നും ഗിഫ്റ്റ് വാങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ 269 ST എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അത് പ്രകാരം ഈക്വൽ എമൗണ്ട് ഫൈൻ എന്നുള്ള ഒരു പ്രശ്നം വരും. പിന്നെ അടുത്തത് നോൺ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ 50,000 രൂപ വരെ വാങ്ങിക്കാം. 50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ടാക്സിബിൾ ആണ്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് ഡീഡ് ഉണ്ടാക്കുന്നത് നല്ലതാണോ എന്നതിനെ പറ്റിയുണ്ട്. വളരെ നല്ലതാണ് ഒരു ഗിഫ്റ്റ് ഡീഡ്. വലിയ എമൗണ്ടുകൾക്കാണെങ്കിൽ നമ്മളൊരു ഗിഫ്റ്റ് ഡീഡ് ഉണ്ടാക്കണം. എന്താണ് പർപ്പസ്, എങ്ങനെ കൊടുക്കുന്നു, ഏത് മോഡ് വഴിയാണ് പേയ്മെൻറ്റ് പോകുന്നത്, ഏത് അക്കൗണ്ടിൽ നിന്ന് പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ വളരെ നല്ലതാണ്. എന്താണ് പല കേസുകളിലും വലിയ ഗിഫ്റ്റുകളാണെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുമ്പോൾ സ്ക്രൂട്ടറിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് തന്ന ആൾക്കാർ ഡീറ്റെയിൽസോട് ചോദിക്കും. അവർക്കും സോഴ്സ് ഉണ്ടോ, ഇവർക്കും ഈ പറയുന്ന സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവണം, അതുണ്ടോ എന്നതിനെ പറ്റി ചെക്ക് ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഗിഫ്റ്റിലാണ് കാണിക്കേണ്ടത്. നോൺ റിലേറ്റീവ് ആണെങ്കിൽ. മറ്റേതാണെങ്കിൽ കാണിച്ചുകൊണ്ട് എക്സംഷൻ ആയിട്ട് കാണിക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക.